ഹായ് കൂട്ടുകാരെ, എല്ലാവരെയും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് പേജ് നമ്പർ 46 അതായത് 6th സ്റ്റാൻഡേർഡിലെ വോളിയം എന്ന ചാപ്റ്റർ അതിലെ 4 ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഉത്തരം കണ്ടെത്തുന്നത്. ആദ്യത്തെ ചോദ്യം ഇതാണ്. അതിന്റെ ഉത്തരം കണ്ടെത്താൻ വേണ്ടി ഞാൻ 2 അക്വേറിയങ്ങൾ വരച്ചിട്ടുണ്ട്. ഒന്ന് എ എന്ന് കൊടുക്കാം, മറ്റൊന്നിന് ബി എന്ന് കൊടുക്കാം. അക്വേറിയത്തിന്റെ ലെങ്ത്തും വിട്ടുമാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ. നീളവും വീതിയും തന്നിട്ടുണ്ട്. എത്രയൊക്കെയാണ്? 60 സെന്റിമീറ്റർ ലെങ്ത് ആണുള്ളത്, 30 സെന്റിമീറ്റർ വിഡ്ത്ത് ആണുള്ളത്. അത് നമുക്കിവിടെ എഴുതാം. എത്രയാണ് നീളം വരുന്നത്? 60 സെന്റിമീറ്റർ ആണ്. വീതി വരുന്നത് 30 സെന്റിമീറ്റർ ആണ്. ഒരു കല്ല് ഈ അക്വേറിയത്തിലേക്ക് ഇടുകയാണ്. അപ്പോൾ എന്താ ചെയ്യുന്നത്? സാധാരണ നമുക്കറിയാം, അക്വേറിയത്തിലേക്ക് ഇതേപോലെ തന്നെ വെള്ളത്തിലേക്ക് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ആ വെള്ളത്തിന്റെ അളവ് കുറച്ചുകൂടെ ഉയരും. ഇവിടെ എത്രയാണ്? 10 സെന്റിമീറ്റർ ഉയരത്തിലേക്കാണ് വെള്ളം കൂടുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, കല്ലിന്റെ വ്യാപ്തം എന്താണ്? ഇവിടെ കല്ലിന്റെ വ്യാപ്തം കാണാൻ വളരെ സിമ്പിൾ ആണ്. നമുക്കൊരു ഫോർമുല ഉപയോഗിക്കാം. എന്താണ്? വോളിയം ഓഫ് ദ സ്റ്റോൺ. എന്തായിരിക്കും വോളിയം ഓഫ് ദ സ്റ്റോൺ എന്ന് പറയുന്നത്? ആ കല്ല് വെള്ളത്തിലേക്ക് ഇടുമ്പോൾ എത്ര വെള്ളമാണോ പൊങ്ങിയത് അതിന്റെ വ്യാപ്തമായിരിക്കും അല്ലെ. വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. ലെങ്ത് തന്നിരിക്കുന്നത് 60 സെന്റിമീറ്റർ ആണ്. വിഡ്ത്ത് തന്നിരിക്കുന്നത് 30 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഹൈറ്റ് എന്തായിരിക്കും? ഹൈറ്റ് നമുക്കറിയാം, ഉയർന്ന വെള്ളത്തിന്റെ അളവാണ്. ഹൈറ്റ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്? 10 സെന്റിമീറ്റർ ആണ്. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വോളിയം ഓഫ് ദ സ്റ്റോൺ കാണാം അല്ലെ. 60 × 30 × 10. പ്രത്യേകിച്ച് ഗുണിച്ചു നോക്കേണ്ട ആവശ്യമില്ല, വളരെ സിമ്പിൾ ആണ്. 6 × 3 കണ്ടാൽ മതി അല്ലേ. 6 × 3 18 ആണ് വരുന്നത്. ബാക്കിയുള്ള 3 പൂജ്യങ്ങൾ അവിടെ ചേർത്താൽ മതി. 10 കൊണ്ട് ഗുണിക്കുമ്പോൾ ഒരു പൂജ്യമാണ് ചേരുന്നത് അല്ലെ. ആൻസർ കിട്ടുന്നത് എത്രയാണ്? 18,000 ക്യൂബിക് സെന്റിമീറ്റർ ആണ്. അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ ഒരു ചതുരക്കട്ട തന്നിട്ടുണ്ട്. അതിന്റെ നീളം 20 സെന്റിമീറ്റർ, വീതി 10 സെന്റിമീറ്റർ, ഉയരം 5 സെന്റിമീറ്റർ. ഞാൻ അവിടെ ഒരു കട്ട വരച്ചിട്ടുണ്ട്. അതിന് സൈഡ്സ് ഒക്കെ നമുക്ക് അടയാളപ്പെടുത്തി. ഇനി എന്താണ് ചെയ്യുന്നത്? ഈ കട്ടയെ നമ്മൾ ഉരുക്കി വേറൊരു കട്ടയാക്കി മാറ്റാൻ പോവുകയാണ്. അതായത് സമചതുര കട്ടയാക്കി മാറ്റാനാണ് പോകുന്നത്. അങ്ങനെയായിരിക്കുമ്പോൾ എന്തായിരിക്കും? അതിന്റെ ലെങ്ത് ഈക്വൽ ടു വിഡ്ത്ത് ഈക്വൽ ടു ഹൈറ്റ് ആയിരിക്കും അല്ലെ. നീളം, വീതി, ഉയരമൊക്കെ സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു കട്ട ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ ഒരു സൈഡിന്റെ നീളം എത്രയായിരിക്കും എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. തന്നിരിക്കുന്ന ചതുരക്കട്ടയുടെ വോളിയം ആദ്യമായിട്ട് കാണാം. 20 × 10 × 5. ഉത്തരം കിട്ടുന്നത് 1000 ക്യൂബിക് സെന്റിമീറ്റർ എന്നാണ്. അടുത്തതായിട്ട് വോളിയം ഓഫ് ക്യൂബ് എന്തായിരിക്കും? 1000 ക്യൂബിക് സെന്റിമീറ്റർ ആയിരിക്കും അല്ലെ. അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന അതേ ബ്ലോക്ക് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ക്യൂബ് ഉണ്ടാക്കുന്നത്. അതായത് ലെങ്ത് × വിഡ്ത്ത് × ഹൈറ്റ് ഈക്വൽ ടു 1000 ക്യൂബിക് സെന്റിമീറ്റർ. ഇതിനെ എങ്ങനെ മാറ്റി എഴുതാൻ കഴിയും? 10 × 10 × 10 ഈക്വൽ ടു 1000 ക്യൂബിക് സെന്റിമീറ്റർ. കാരണം ക്യൂബിന്റെ എല്ലാ വശങ്ങൾക്കും ഒരേ നീളമായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഒരു സൈഡിന്റെ നീളം കിട്ടിയില്ലേ. ലെങ്ത് ഓഫ് വൺ സൈഡ് എന്തായിരിക്കും? 10 സെന്റിമീറ്റർ ആയിരിക്കും. അടുത്ത ചോദ്യത്തിൽ എന്താണ് തന്നിരിക്കുന്നതെന്ന് നോക്കാം. ഇവിടെ എന്താണ്? 2 മീറ്റർ നീളം തന്നിട്ടുണ്ട്, 1 മീറ്റർ വീതി തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ടാങ്കിൽ 10,000 ലിറ്റർ വെള്ളം കൊള്ളുന്നുവെങ്കിൽ അതിന്റെ ഉയരമാണ് നമുക്ക് കാണേണ്ടത്. ആദ്യമായിട്ട് നമുക്ക് എന്ത് എഴുതാം? വോളിയം ഓഫ് എ ടാങ്ക് ഈക്വൽ ടു 10,000 ലിറ്റർ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നീളവും വീതിയും തന്നിരിക്കുന്നത് മീറ്ററിലാണ് അല്ലെ. ഹൈറ്റ് നമ്മൾക്ക് അറിയാമെങ്കിൽ എങ്ങനെയായിരിക്കും അതിന്റെ വോളിയം കിട്ടുക? ക്യൂബിക് മീറ്ററിലായിരിക്കും കിട്ടേണ്ടത്. പക്ഷെ ഇവിടെ ലിറ്ററിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 1 ലിറ്റർ ഈക്വൽ ടു എന്താണ്? 1000 ക്യൂബിക് മീറ്റർ ആണ്. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ലിറ്ററിനെ ക്യൂബിക് മീറ്ററിലേക്ക് മാറ്റണം. അങ്ങനെ മാറ്റുമ്പോൾ 10,000 ഡിവൈഡഡ് ബൈ 1000 എന്നാണ് ചെയ്യേണ്ടത്. അത്രയും ക്യൂബിക് മീറ്റർ ആയിരിക്കും. അപ്പോൾ 10,000-നെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്രയാണ് കിട്ടുന്നത്? മുകളിലും താഴെയും വരുന്ന പൂജ്യങ്ങൾ നമുക്ക് ഓരോന്നായി വെട്ടാം. ബാക്കി വരുന്നത് 10 ആണ് അല്ലെ. അപ്പോൾ വോളിയം കിട്ടുന്നത് എന്തായിരിക്കും? 10 ക്യൂബിക് മീറ്റർ ആയിരിക്കും. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ മുമ്പേ നമ്മൾ ചെയ്തതാണ്, എങ്കിൽ ഒന്നുകൂടെ ചെയ്യാം. ലെങ്ത് × വിഡ്ത്ത് × ഹൈറ്റ് എന്താണ്? 10 ക്യൂബിക് മീറ്റർ ആണ് കിട്ടുന്നത് അല്ലെ. അപ്പോൾ നമുക്കിവിടെ കാണേണ്ടത് ഹൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ റേഷ്യോ എഴുതാം. 2 മീറ്റർ × 1 മീറ്റർ × ഹൈറ്റ് ഈക്വൽ ടു 10 ക്യൂബിക് മീറ്റർ. ഹൈറ്റ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? 10 ക്യൂബിക് മീറ്റർ ഡിവൈഡ് ബൈ 2 മീറ്റർ × 1 മീറ്റർ. ഇതിനെ 10 ക്യൂബിക് മീറ്റർ ഡിവൈഡ് ബൈ 2 മീറ്റർ എന്ന് എഴുതാൻ കഴിയും. 10നെ 2 കൊണ്ട് ഹരിച്ചാൽ എന്താണ് കിട്ടുന്നത്? 5 ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 5 മീറ്റർ ആയിരിക്കും. ഈ പാഠഭാഗത്തിലെ അവസാനത്തെ ചോദ്യമാണ്. ആദ്യ ചോദ്യം നമുക്കൊന്ന് മനസ്സിലാക്കാം, അതിനുശേഷം അത് സോൾവ് ചെയ്യാം. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? സമചതുരാകൃതിയുള്ള ഒരു കടലാസാണ്. അതിന്റെ നീളവും വീതിയും എന്താണ് വരുന്നത്? 12 സെന്റിമീറ്റർ ആണ്. അങ്ങനെയുള്ള ഒരു സമചതുരാകൃതിയുള്ള കടലാസിനെ നമ്മൾ 1 സെന്റിമീറ്റർ വീതം 4 ഭാഗങ്ങളിൽ നിന്നായിട്ട് കട്ട് ചെയ്ത് ബാക്കിയുള്ള ഭാഗങ്ങൾ പകുതിയായിട്ട് അതിനെ മുകളിലേക്ക് മടക്കുകയാണ്. അപ്പോൾ ചെറിയൊരു ബോക്സിന്റെ രൂപമാണ് കിട്ടുന്നത്. അങ്ങനെ കിട്ടുന്ന ഒരു രൂപത്തിലെ
വ്യാപ്തം എന്താണെന്നാണ് നമുക്ക് അറിയേണ്ടത്. അതേപോലെ തന്നെ അതേ കടലാസിന് പിന്നെന്താണ് ചെയ്യുന്നത്, 2 സെന്റിമീറ്റർ വീതം എല്ലാ ഭാഗങ്ങളിൽ നിന്നും 4 കോർണറിൽ നിന്നായിട്ട് മുറിച്ചു മാറ്റിയതിന് ശേഷം വീണ്ടും മടക്കുകയാണ്. അപ്പോൾ ഉണ്ടാവുന്ന വ്യാപ്തം കൂടെ നമുക്ക് കാണണം. സൈഡ് അളവുകൾ എത്രയാണ് വരുന്നത്? നീളം വരുന്നത് 12 സെന്റിമീറ്റർ ആണ്, വീതി വരുന്നത് 12 സെന്റിമീറ്റർ ആണ്. ഹൈറ്റ് എത്രയായിരിക്കും വരുന്നത്? 1 സെന്റിമീറ്റർ വെച്ചാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഹൈറ്റ് 1 സെന്റിമീറ്റർ ആയിരിക്കും. എല്ലാ ഭാഗങ്ങളിലും 1 സെന്റിമീറ്റർ ആണ് അല്ലെ, അങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. ലെങ്ത് ഈക്വൽ ടു 12 സെന്റിമീറ്റർ ആണോ? അല്ല, 2 ഭാഗങ്ങളിൽ നിന്നായിട്ട് ഓരോ സെന്റിമീറ്റർ വീതം മുറിച്ചു മാറ്റുന്നുണ്ട് അല്ലേ. അപ്പം 12 മൈനസ് 2 ആണ്, എത്രയാണ് കിട്ടുന്നത്? 10 സെന്റിമീറ്റർ ആണ് കിട്ടുന്നത്. അതേപോലെ തന്നെ വിഡ്ത്ത് എന്തായിരിക്കും? 12 മൈനസ് 2 10 സെന്റിമീറ്റർ തന്നെയായിരിക്കും കിട്ടുന്നത്. ഹൈറ്റ് നമ്മൾക്കറിയാം 1 സെന്റിമീറ്റർ വീതമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ഹൈറ്റ് 1 സെന്റിമീറ്റർ ആയിരിക്കും. ഹൈറ്റ് ഈക്വൽ ടു 1 സെന്റിമീറ്റർ എന്ന് കൊടുക്കാം. ഇനി വോളിയം കാണാം. 10 ഇൻറ്റു 10 ഇൻറ്റു 1 100 ക്യൂബിക് സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇതിൽ തന്നെയുള്ള രണ്ടാമത്തെ ചോദ്യം എന്താണ്? വശങ്ങൾ 12 സെന്റിമീറ്റർ തന്നെയാണ് അല്ലേ, മുറിച്ചു മാറ്റുന്നത് എന്താണ്? 2 സെന്റിമീറ്റർ വീതമാണ്. അപ്പോൾ 2 സൈഡുകളിൽ നിന്നായിട്ട് 2 പ്ലസ് 2 4 സെന്റിമീറ്റർ നമുക്ക് കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ലെങ്ത് വരുന്നത് എന്താണ്? 12 മൈനസ് 4 എത്ര കിട്ടും? 8 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇതിന്റെ വിഡ്ത്ത് വരുന്നതും 7 സെന്റിമീറ്റർ തന്നെയാണ്, കാരണം വശത്തിന്റെ അളവ് 8 സെന്റിമീറ്റർ ആണ്. അടുത്തത് കാണേണ്ടത് എന്താണ്? ഹൈറ്റ് ആണ്. ഹൈറ്റ് എന്താണെന്ന് നമുക്കറിയാം, മുറിച്ചു മാറ്റുന്നത് എത്രയാണ്? 2 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഹൈറ്റ് 2 സെന്റിമീറ്റർ ആയിരിക്കും. അതും നമുക്ക് ഇവിടെ എഴുതാം, 2 സെന്റിമീറ്റർ എന്ന് എഴുതാം. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? വോളിയം ആണ് കാണേണ്ടത്. വോളിയം കാണാൻ ഇനി വളരെ സിമ്പിൾ ആണ്. എത്രയാണ്? 8 ഇൻറ്റു 8 ഇൻറ്റു 2 ആണ്. ആൻസർ കിട്ടുന്നത് എത്രയാണ്? 128 ക്യൂബിക് സെന്റിമീറ്റർ എന്നായിരിക്കും. വോളിയം എന്ന ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു പാഠഭാഗമായിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതിനനുസരിച്ചും അതേപോലെ തന്നെ കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നതിനനുസരിച്ചും ഈ വീഡിയോ കൂടുതൽ കുട്ടികളിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണാം. ബൈ.